ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ഞാൻ കുളിച്ചിറങ്ങുകയും ചെയ്തായിരുന്നു. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചായ കുടിക്കുന്ന പതിവുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ചായ കുടിക്കാൻ ഒരു മൂഡില്ല. പക്ഷേ ഞാനിന്ന് നമ്മുടെ നെല്ലിക്ക ജ്യൂസാണ് കേട്ടോ കുടിക്കുന്നത്. അതിനുശേഷം ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് പേരപ്പം കൊണ്ടുവന്ന ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചക്കയും അയലക്കറിയാണ്, അത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഈവനിങ് വ്ളോഗ് ഞാൻ കുറച്ച് ദിവസത്തെ പെൻഡിങ് ആണ് കേട്ടോ. ഇടാൻ ഞാൻ വിട്ടുപോയതാണ്. അതിപ്പോഴാണ് എനിക്കിത് ഇടാനായിട്ടൊരു അവസരം കിട്ടിയത്. അതിനുശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തുണിയൊക്കെ മടക്കി വെക്കുന്നുണ്ടായിരുന്നു. അമ്മയാണ് തുണിയൊക്കെ കഴുകിയത്. എനിക്കിപ്പോൾ തുണിയൊന്നും കഴുകാൻ പറ്റാത്തതുകൊണ്ട് അമ്മയാണ് തുണിയെല്ലാം കഴുകി തരുന്നത്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ വലിയ കട്ടിയുള്ള ജോലിയൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തുണിയൊക്കെ ഞാൻ വേഗം മടക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അടിച്ചു വരുവാണ് കേട്ടോ. അപ്പം ഇത് അടിച്ച് വാരിയിട്ട് വേണം നമുക്ക് വിളക്ക് വെക്കാനായിട്ട്. ഞാനല്ല വിളക്ക് വെക്കുന്ന, അമ്മയാണ്. അപ്പം വീടെല്ലാം എപ്പോഴും ക്ലീനായിട്ട് കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ വീടെല്ലാം നന്നായിട്ട് ക്ലീനാക്കി ഇടാൻ നോക്കാറുണ്ട്. അല്ലെങ്കിലും വീടൊക്കെ വൃത്തിയായി കിടക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു സന്തോഷമാണല്ലോ. അപ്പം എല്ലാവരും നന്നായിട്ട് ക്ലീനാക്കി ഇടാനൊക്കെ ശ്രദ്ധിക്കണം, വീടും പരിസരമൊക്കെ. അപ്പം കുറേ നേരം തൂത്ത് വാരിയതിനൊക്കെ ശേഷം അമ്മ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം പ്രാർത്ഥിച്ചു. അതിനുശേഷം അടുക്കളയിലോട്ട് ചെന്നു. കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയൊക്കെ എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം. പാത്രമൊന്നും നിരന്ന് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അല്ലെങ്കിൽ നമ്മുടെ അടുക്കള ക്ലീനാക്കി എപ്പോഴും വെക്കണം. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീനാക്കി ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പം അതൊക്കെ ഒരു മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. നിങ്ങളെങ്ങനെയാണ് അടുക്കളയൊക്കെ എപ്പോഴും ക്ലീനാക്കി ഇടാൻ ശ്രദ്ധിക്കാറുണ്ടോ? എനിക്ക് എപ്പോഴും ക്ലീനായി കിടക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാനിങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു. കുറച്ച് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചു. അതാകുമ്പോൾ അമ്മയ്ക്കൊരു ഹെൽപ്പും കൂടെ ആവുമല്ലോ. അപ്പം അതെല്ലാം കൂടെ ഞാൻ കഴുകിയെടുത്ത് വേഗം തന്നെ വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു പൈപ്പിൻ്റെ ആ ഡിഷിൻ്റെ ഒക്കെ അവിടെ എല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കഴുകി ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പാത്രം കഴുകി കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ വൃത്തിയാക്കി വെക്കാറുണ്ട്. ആ കുക്കറിനകത്ത് അരി കഴുകുക കേട്ടോ, കഞ്ഞി ഇടാനായിട്ട്. അപ്പം ഞാൻ അടുക്കളയൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ട് എൻ്റെ റൂമിലേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടില്ലേ, ആ ബാഗ് ഞാൻ എന്താ അവിടെ വെച്ചേക്കുന്നത് വെച്ചാൽ, എനിക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അധികം കുനിയാനൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കയ്യോടെ ഇങ്ങനെ എത്തിപ്പിടിച്ചെടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അച്ഛനെയും അമ്മയും ഫാമിലിയും അതുപോലെ തന്നെ എൻ്റെ ഈ റൂമുമാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഈ റൂമിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പം അതെല്ലാം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ റൂം ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു ഓറഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓറഞ്ചാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് കേട്ടോ. അത് പണ്ടും അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് ഓറഞ്ച് നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. അതിനുശേഷം ആ കുരു ഞാനിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇത് കണ്ടില്ലേ, ഒരു 7:30 ആകുമ്പോഴത്തേക്ക് അച്ചാച്ചൻ്റെ ടൈമാണ് TV. പിന്നെ നമുക്ക് വീട്ടിൽ ആർക്കും TVയുടെ ഒരു അടുത്തോട്ട് പോകാൻ പോലും പറ്റത്തില്ല. സീരിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും കാണാൻ പറ്റത്തില്ല. അച്ചാച്ചൻ വാർത്ത കാണുന്ന സമയമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലിങ്ങനെയാണ് അച്ഛന്മാർ? അപ്പം ഞാൻ അതിനിടയ്ക്ക് പോയി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. ഈ ചൂടത്ത് എനിക്കിത് തന്നെ വേണം. പിന്നെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഒരാളല്ല, 2 പേരുണ്ട്. ലൈറ്റില്ല, ലൈറ്റ് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ആളുകൾ. ഞങ്ങളുടെ ഈ വീട് പണിയുന്ന സമയത്ത് ഞാൻ വെച്ചിരുന്നതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് പോകാൻ നേരത്ത് ചെറുതായിരുന്നു. ഇപ്പം ഞാൻ വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് വലുതായിട്ട് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ മുല്ല. ഭയങ്കര വലിയ മുത്തശ്ശി മുല്ലയായി. പക്ഷേ ഇഷ്ടം പോലെ പൂവാണ് കേട്ടോ. ഒരു സന്ധ്യാസമയമൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ സിറ്റൗട്ടിൽ വന്നിരിക്കുന്നുണ്ട്. ഈ മുല്ലപ്പൂവിൻ്റെ ഒരു മുല്ലപ്പൂ കട തുറന്ന് വെച്ചൊരു മണമാണ് കേട്ടോ. ഇഷ്ടം പോലെ മുട്ടുകളുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് മുട്ടുകളും പൂക്കളുമായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അർജുൻ ചേട്ടായെ വിളിക്കുകയാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും വീഡിയോ കോൾ സംസാരിക്കാറൊക്കെ ഉള്ളതാണ്. ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ വിളിക്കാറുണ്ട്.
അപ്പോൾ കുറേ നേരം ഏട്ടനോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ വിളിക്കും. അതിന് ശേഷം വൈകുന്നേരത്തെ ഫുഡെന്ന് പറഞ്ഞാൽ കഞ്ഞിയും അച്ചാറുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നല്ലതായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ ഇങ്ങനെ പപ്പടം ഇങ്ങനെ പൊട്ടിച്ച് അതിനകത്തിട്ടിട്ട് അതിങ്ങനെ ഇളക്കി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് രാത്രിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നന്നായിട്ടിരുന്ന് അത് മുഴുവനായിട്ട് കഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ രാത്രിയിൽ കഞ്ഞി ഇങ്ങനെ കുടിക്കാനായിട്ട്? എനിക്ക് ഫേവറേറ്റാണ് കേട്ടോ കഞ്ഞി ഇങ്ങനെ കുടിക്കുന്നത്. കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് വെള്ളവും കൂടി കുടിക്കണം കേട്ടോ. ഞാൻ തണുത്ത വെള്ളമാണ് കുടിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് തണുപ്പില്ല, ഒരു മീഡിയം തണുപ്പാണ്. പിന്നെ ആ കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.